കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ ഭാഗമായി 15 ഏക്കറിൽ ചീരകൃഷി ചെയ്യുന്ന ഒളിയന്നൂരിലെ കരീമിക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെറും കരീമിക്ക അല്ല, ചീര കരീമിക്ക എന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. നമസ്കാരം ഇക്ക. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ചീര കർഷകനാണ് കരീമിക്ക. കരീമിക്ക എത്ര നാളായി ഇപ്പോൾ ചീരകൃഷി ആരംഭിച്ചിട്ട്? മൂന്നാമത്തെ തലമുറ നമ്മൾ ചീരകൃഷി പഠിച്ചിട്ട് ഇനി മോനെ മുന്നോട്ട് പോകുന്നത്. അവന് ചീര ബിസിനസ് ഒക്കെയാണ്, സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ലുലുവിൽ സപ്ലൈ ഉണ്ട്. അവിടെ കടക്കാർ ഒരുപാട് ഉണ്ട്. ചേർത്തല വരെ ഇവിടുന്ന് ചീര പോകുന്നുണ്ട്. വടക്കോട്ട് കൊടുങ്ങല്ലൂർ വരെയും പോകുന്നുണ്ട്. ഇവിടെ മാത്രമല്ലേ ഈ സമയത്ത് ചീര? ആലുവ മാത്രമേ ഉള്ളൂ ചീര. ഇവിടെ ആലുവ ഈ ചെളിയുടെ പ്രത്യേകത കൊണ്ട് ഉണ്ടാവണം. ചെളിയാണെങ്കിൽ മണ്ണിൽ മഴ പെയ്താൽ പിടിച്ചു നിൽക്കും. മറ്റേ സ്ഥലത്ത് പൂഴി ഉണ്ടാകുമ്പോൾ ചീര പിടിച്ചു നിൽക്കില്ല. അതുകൊണ്ട് ചീരകൃഷി മൊത്തത്തിൽ വേറെ എല്ലായിടത്തും ഇല്ല. ജനുവരി മഴ കുറയും തോറും ഇവിടെ എല്ലായിടത്തും പറൂര് ഒക്കെ ചീര ഇടാൻ പോണുള്ളൂ ഇപ്പം. ഇവിടെ വാത്താങ്കര ഉണ്ട്, പിന്നെ കണ്ണാർ ലോക്കല്, പിന്നെ പച്ചച്ചീര ബ്ലോക്ക് പച്ച, ഇത്രയും ചീര. പിന്നെ പാലക്ക്, റാഡീഷ് ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ, ചേന, വാഴ ഇതൊക്കെ കൃഷി ചെയ്യും. പിന്നെ പൊട്ടുള്ളി. മെയിൻ 365 ദിവസം കിട്ടുന്ന ചീര മാത്രമേ ഉള്ളൂ ഇവിടെ. 365 ദിവസവും ചീര വിളവെടുപ്പുമാണ്, വിത്തിടലും. അതെ, എല്ലാ ദിവസവും ചീര ഇങ്ങനെ പാകി കൂട്ടിയിരിക്കുന്നു. ഈ പാടം എങ്ങനെ ചീരയ്ക്ക് വേണ്ടി ഇത്രയും ഒരുക്കിയെടുത്തത്? പാടം എങ്ങനെയാന്ന് വെച്ചാൽ ACV വെച്ച് വാരം കോരും. അപ്പം ഈ അടുത്ത തവണ വരുമ്പോൾ ഈ മണ്ണ് ഒക്കെ പുല്ലൊന്ന് മൂടിയൊക്കെയാണ്. അപ്പോൾ ഇത് നടുവ് പൊളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും. എല്ലാ വർഷവും ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചെറിയ വണ്ടി വെച്ച് ഓടിച്ചിട്ട് വിത്തിടും, വളമൊക്കെ ഇട്ട് വിത്തിടും. അപ്പോൾ ഈ കൃഷി നല്ല ലാഭകരമാണല്ലേ? ലാഭകരമാണ്, ഇപ്പം ലാഭമാണ്. ഏറ്റവും കൂടുതൽ ചീരയ്ക്ക് സെയിലുള്ളത് ഏത് സമയത്താണ്? ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ തന്നെ. ഈ ചിങ്ങമാസം ഓണം കഴിഞ്ഞാണ് ചീരക്ക് ചിലവ് കൂടുതൽ. കന്നുമാസം ആണ് ചീരക്ക്. അപ്പോൾ എല്ലാവരും ഇല്ല. തമിഴ്നാട്ടിലും ചീര കുറവാണ്. ഇപ്പോൾ ഇവിടെ മാത്രമേ ചീര. തമിഴ്നാട്ടിൽ ഇപ്പം മഴയാണ്, ഇപ്പം ചീരയില്ല. ഇപ്പം ചീരക്ക് ഏറ്റവും ഡിമാൻഡുള്ള ടൈമില്ല. പിന്നെ മണ്ഡലമാസവും. ഈ ചീരയിൽ ഇങ്ങനെ ഈ പുഴുക്കടി വരാതിരിക്കാനും ഇങ്ങനെ നന്നായിട്ട് തഴച്ച് വളരാനും ഒക്കെ എന്ത് വളമാണ് ചെയ്യുന്നത്? അത് തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചിടും, പിന്നെ കോഴികളും. ഇവിടെ ചീരയുടെ വിത്തൊക്കെ പാകുന്ന രീതി എങ്ങനെയാണ് ഇതുപോലെ നന്നായിട്ട് വളരാനായിട്ട്? നമ്മൾ ആള് വെറുതെ അങ്ങനെ പാകിക്കൊണ്ടിരിക്കും, വേറെ ഒന്നുമില്ല. എല്ലായിടത്തും ചേർത്തലൊക്കെ പറിച്ചു നടും. ഇവിടെ പറിച്ചു തരുന്ന പാടില്ല. ഇവിടെ വിത്ത് മാത്രമേ ഉള്ളൂ. ഇക്ക ഇവിടെ എന്ന് രാവിലെ എത്ര മണിയാകുമ്പോഴാണ് നിങ്ങൾ വിളവെടുപ്പ് തുടങ്ങുന്നത്? വിളവെടുപ്പ് വെളുപ്പിന് ഒരു 3 മണി കൊടുക്കും. 3 മണിക്ക്. ഇവിടെ എത്ര പണിക്കാരുണ്ട്? 18 പണിക്കാരുണ്ട്. ഓ, രാവിലെ 3 മണി തൊട്ട് നമ്മൾ റബ്ബർ വെട്ടാറങ്ങുന്ന പോലെ ചീര വെട്ടാറങ്ങും. 3 മണിക്ക് 5 മണിക്ക് മാർക്കറ്റിൽ സാധനം. ഓ, ഒരുപാട് ചീര കച്ചവടക്കാരും ചീര എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ സൂപ്പർ മാർക്കറ്റിലോട്ട്? അല്ലാതെ അത് കഴിഞ്ഞിട്ട് കാലത്ത് 5 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കും ലുലുവിലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ചീര പറിച്ച്. ഒരു 9 മണിയാകുമ്പോഴേക്കും അവർക്ക് 8 മണിക്ക് അവരുടെ വണ്ടി വരും, അത് കയറ്റും. ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അംഗീകാരങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടോ? സഹായമൊക്കെ ഉണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല കർഷകന്റെ ആലങ്ങാട് ബ്ലോക്കിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ചീരകൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം പറഞ്ഞില്ല ഇക്കൊക്കെ നല്ല ലാഭം, എല്ലാം നല്ല സെയിൽസ് ഉണ്ടെന്നൊക്കെ. അപ്പം ഇതുപോലെ സെയിൽ വേണമെങ്കിലുള്ളൂ, അല്ലാണ്ട് ചീര പോയിട്ട് കാര്യമില്ല. അത് നമ്മളിത് നേരത്തെ തലമുറയായിട്ട് ഇതുകൊണ്ട് ഇപ്പം കുറച്ച് ചീരയൊക്കെ പോയി കഴിഞ്ഞാൽ അധികം സെയിലായിരുന്നു വരില്ല. പുതിയ കർഷകരെ ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്, ചെറിയ കർഷകരുടെയൊക്കെ. നമുക്ക് സെയിലുള്ള കാരണം നമ്മൾ എടുക്കാറുണ്ട്, എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയും ചീര ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെടുക്കും, അങ്ങനെ കൊടുക്കാറുണ്ട്. നമുക്ക് ചീരക്ക് സെയിലുണ്ട്. അത് കാരണം ഇത് ഉണ്ടായിട്ട് കാര്യം, ഇത് ഉണ്ടാക്കി വിൽക്കാൻ. ഇപ്പോൾ ഈ 2 മാസം കഴിഞ്ഞ് ഈ സാധനത്തിന് ഒരു ചിലവും കുറയും. മാർച്ച് ഏപ്രിൽ ഇപ്പോൾ ചീര വെറുതെ ബെസ്റ്റായിട്ട് വെട്ടി കളയുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൃഷി കുറച്ചിട്ട് വേറ്റ, പൊട്ടുള്ളിരി അങ്ങനെയുള്ള ഇതിലേക്കാണ്. ഇക്ക ചീരകൃഷിയിൽ ഇക്ക നേരിട്ടിട്ടുള്ള ഒരു വെല്ലുവിളി എന്താ? വെല്ലുവിളി എന്ന് വെച്ചാൽ ഒരു ഫംഗസ്, ഒരു അസുഖം വരും. ആ അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തോട്ടം ഇത്ര ഉണ്ടെങ്കിൽ ആരംഭം ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് അത് ആകെ പടർന്നൊക്കെ പിടിക്കും. അത് പറ്റില്ല. അത് പിന്നെ ആ ഒരു ഫംഗസ് മുഴുവൻ പടർന്നു കഴിയും. പിന്നെ അപ്പം തന്നെ അത് വേഗം തലം വെട്ടിക്കളഞ്ഞ് കാലിയാക്കി ഒന്ന് മണ്ണ് കുറച്ച് ദിവസം കിടന്ന് ഒരു കുമ്മായമൊക്കെ ഇട്ട് പിന്നെയും പാവാം. അങ്ങനെ ഉള്ളൂ. അതിന് മരുന്നടിച്ചാലൊന്നും മാറുന്ന അസുഖമില്ല. അത് നെല്ലിൽ ഈച്ച വീണ വഴിയാണ്. ആ സാധനം വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകണം.
അപ്പോൾ ഉളിയന്നൂരിലെ കരീമിക്കായുടെ ചീരത്തോട്ടവും റാഡിഷും പാലക്കും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇക്കായുടെ ടിപ്സ് വെച്ച് ഇക്കായെ പോലെ ചീരകൃഷി പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.